ഹായ് ഡിയേഴ്സ്, അസ്സലാം വലൈക്കും. എല്ലാവർക്കും രുചി എക്സ്പ്രസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ എന്നത്തെയും പോലെ നമ്മൾ ഇന്ന് ഫുഡ് റെസിപ്പി ആയിട്ടോ അല്ലെങ്കിൽ ഫുഡ് വ്ളോഗായിട്ടോ ഒന്നല്ല വന്നിട്ടുള്ളത്. ഇന്ന് നമ്മൾ നിൽക്കുന്നത് അഗ്രിഫ്രഷ് എന്നിട്ടുള്ള ഒരു പ്ലാന്റ്സിൻ്റെ അതുപോലെ തന്നെ പെറ്റ് അനിമൽസിൻ്റെ ഷോപ്പിലാണ്. അപ്പോൾ നമുക്ക് ഇവിടുത്തെ കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടുവെക്കാം. വരും എൻ്റെ കൂടെ. ഹായ്, ഞാൻ ശവലത്തിക്കാടൻ. നമ്മുടെ ഈ അഗ്രിഫ്രഷ് ഉള്ളത് കുറ്റിപ്പുറത്ത് നിന്ന് പൊന്നാനി ഹൈവേ ഉണ്ട്. പൊന്നാനി ഹൈവേ എന്ന് കൂരട എന്ന് പറയുന്ന സ്ഥലത്ത് ലെഫ്റ്റ് സൈഡിലാണ് ഈ ഷോപ്പുള്ളത്. ഒരുപാട് ചെടികളുടെയും അലങ്കാര മത്സ്യങ്ങളുടെയും കിളികളുടെയും ഒക്കെ ഒരു വൻ ശേഖരം തന്നെ നമുക്കിവിടെ ഉണ്ട്. അപ്പോൾ എല്ലാവരും ഇവിടെയൊക്കെ ഒന്ന് വരിക. പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. പിന്നെ ഈ ഷോപ്പിനൊരു മറ്റൊരു പ്രത്യേകത കൂടെ ഉണ്ട്. എൻ്റെ ജ്യേഷ്ഠൻ്റെയും സുഹൃത്തുക്കളുടെയാണ് കട. അങ്ങനൊരു വലിയൊരു പ്രത്യേകത ഈ ഷോപ്പിനുണ്ട്. അതെ അതെ, അത് വലിയൊരു പ്രത്യേകത തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇവിടെ കണ്ടിട്ടുള്ള ചെടികളാണ് കേട്ടോ. ഇത് നല്ലൊരു വെറൈറ്റിയാണ്. ഞാൻ അങ്ങനെ കാണാത്തൊരു ടൈപ്പ് ലീഫിൻ്റെ ഇതാണ്. ചേഞ്ച് ചെയ്യുന്നതാണ്. ഗ്രീനിൽ വൈറ്റായിട്ട് ചേഞ്ച് ചെയ്യുന്ന ലൈറ്റാണ് നമ്മൾ വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതൊക്കെ റോസിൽ ചെറിയ റേറ്റ് തുടങ്ങുന്നതാണ്. ഇതൊക്കെ അതുപോലെ ഇത് കലാത്തിയാണ് ഈ ഐറ്റം. പിന്നെ വരുന്നത് അഗ്ലോണിമയിൽ തന്നെ 2-3 വെറൈറ്റി വരുന്നുണ്ട്. പിങ്ക് വരുന്നുണ്ട്, പിന്നെ മാർബിൾ, പിന്നെ ലിപ്സ്റ്റിക്ക്, അങ്ങനത്തെ ഐറ്റംസാണ് വരുന്നത്. പിന്നെ ഇവിടെ റേറ്റിൽ അഗ്ലോണിമയ്ക്ക് റേറ്റിൽ നല്ല കുറവ് തോന്നിയിട്ടാണ് അവിടെ കണ്ടപ്പോൾ അത് നമ്മൾ വാങ്ങിച്ചിട്ടുണ്ട്. ഇത് മിൽക്കി ബാമ്പു എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഐറ്റാണ്. അതേപോലെ തന്നെ ഇതൊക്കെ അരേലിയ, അതുപോലെ തന്നെ അരേലിയയുടെ ബോള്, പിന്നെ ബ്ലാക്ക് അരേലിയ. അപ്പോൾ ഇത് ഒരു ഹാങ്ങിങ് ബോട്ടാണ്. അപ്പോൾ ഇവിടെ കുറേ ഹാങ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്താ വെച്ചാൽ ഇത് നേരിട്ടിട്ട് വീട്ടിൽ കൊണ്ടിട്ട് ഹാങ് ചെയ്ത് വെക്കാവുന്നതേ ഉള്ളൂ. ഇത് പണിയൊന്നുമില്ല. അത് എൻജോയ് എന്നുള്ള ഒരു മണി പ്ലാന്റിൽ വെറൈറ്റി ആണെന്നാണ് പറഞ്ഞത്. അപ്പോൾ നല്ല ഭംഗിയുള്ളത് നമുക്ക് വാട്ടറിലും ചെയ്യാത്തത്. ഇത് വലിയ റോസിലുള്ള ടൈപ്പുകളാണ് കേട്ടോ. പല ടൈപ്പ് കളേഴ്സ് ഉണ്ട്. നമ്മളവിടെ ചെറുത് കണ്ടില്ല, അപ്പോൾ അതിൻ്റെ വലുതാണ് കേട്ടോ. ഇത് പല ടൈപ്പ് പല കളേഴ്സ് വരുന്നുണ്ട് ഇവിടെ. പിന്നെ ഈ കാണുന്നതൊക്കെ ഓർക്കിഡിൻ്റെ വെറൈറ്റികളാണ്. അതേപോലെ തന്നെ ഇത് മണി പ്ലാന്റിൽ വരുന്നതന്നെയാണ്. ഇതൊക്കെ മണി പ്ലാന്റിൻ്റെ വെറൈറ്റികളാണ്. ഇപ്പോൾ ഉള്ള ട്രെൻഡിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലീഫ് പ്ലാന്റ്സ് ആണല്ലോ. അതുകൊണ്ട് തന്നെ ഇവിടെ ഒരുപാട് വെറൈറ്റി ലീഫ് പ്ലാന്റ്സ് അവൈലബിൾ ആണ്. ഒരു ടൈപ്പ് പ്ലാന്റിൻ്റെ തന്നെ ഒരുപാട് ഡിഫറെൻറ്റ് കളേഴ്സിൽ നമുക്കിവിടെ കിട്ടും. ആ ചെടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അന്ന് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു പുഴു കഴിച്ചിട്ടുള്ള ചെടി എന്നുള്ള ആ സംഭവം ഇവിടെ ഉണ്ട് കേട്ടോ. പേര് സത്യം പറയാൻ എനിക്കറിയില്ല. പിന്നെ ഇതൊക്കെ മണി പ്ലാന്റിൽ വരുന്നത് തന്നെയാണ്. പ്ലാന്റ് ഇത് സാൻസ് ഏരിയ, അതിന്റെ വേറെ കളർ ചേഞ്ച് ആണ്. പിന്നെ നമ്മളിതേ കാണുന്നത് കയറി ചെല്ലുമ്പോൾ തന്നെ കാണുന്ന കേട്ടോ ഒരുപാട് ക്രാഫ്റ്റ് ഐറ്റംസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത് ചെയ്തിട്ടുള്ളത് റഷ്കാക്കയുടെ വൈഫിൻ്റെ അനിയത്തി ചെയ്തിട്ടുള്ളതാണ്. അവൾക്ക് ഇതുപോലെ ഒരു ചാനലൊക്കെ ഉണ്ട്, ചിൻസ് വേൾഡ് എന്നാണ്. ആളൊരു പുള്ളിയാണ് കേട്ടോ. ഒരുപാട് ക്രാഫ്റ്റ് ഐറ്റംസുകളൊക്കെ ചെയ്യുന്നുണ്ട്. നല്ല കിടിലം ബാക്ക്ഗ്രൗണ്ടാണ്. അപ്പോൾ നല്ല ഫോട്ടോസൊക്കെ എടുക്കാൻ, നമുക്ക് ഒരുമിച്ചിരുന്നൊക്കെ ഫോട്ടോസ് എടുക്കാൻ പറ്റിയൊരു നല്ലൊരു ഏരിയ ആണ്. ഇവിടെ ഒരുപാട് തരത്തിലുള്ള കിളികളുണ്ട്. പക്ഷെ ഇവരുടെ പേരൊന്നും എനിക്കറിയില്ല കേട്ടോ. പല റേറ്റിലുള്ളതാണ്. റേറ്റ് കുറഞ്ഞ ടൈപ്പുണ്ട്, അതുപോലെ തന്നെ കൂടിയ ടൈപ്പ് ബേർഡ്സുകളും ഉണ്ട് ഇവിടെ. പക്ഷെ എല്ലാവരും കാണാൻ നല്ല ഭംഗിയുണ്ട്. എനിക്ക് അത്ര മാത്രമേ അറിയുള്ളൂ. പേരോ കാര്യങ്ങളോ ഒന്നും അറിയില്ല കേട്ടോ. ഇവിടെ എനിക്ക് കിളികളിൽ ഇഷ്ടമായത് ഇവരെ രണ്ടുപേരാണ് കേട്ടോ. നല്ല ഭംഗിയില്ലേ കാണാൻ, നല്ല കളർഫുൾ ബേർഡ്സ് തന്നെയാണ്. പിന്നെ ഞാൻ ഇവരുടെ അടുത്ത് കുറേ നേരം നിന്നു കേട്ടോ. നമ്മൾ കണ്ട ഞാനിങ്ങനെ ജസ്റ്റ് എൻ്റെ അടുത്തേക്ക് വന്നപ്പോഴേ നമ്മളെ അടുത്തേക്ക് വരുന്നതിന് നല്ല ഇണക്കുള്ളതാണ് തോന്നുന്നുണ്ട് കണ്ടപ്പോൾ.
പക്ഷെ എന്തോ അവരുടെ അടുത്ത് ഇങ്ങനെ നിൽക്കാൻ തന്നെ തോന്നുന്നു. നല്ല ഭംഗി. ഞാൻ ബാക്കിയുള്ളവരൊന്നും അത്ര ശ്രദ്ധിച്ചിട്ടില്ല കാര്യമായിട്ട്. ഇവരുടെ അടുത്ത് തന്നെയായിരുന്നു. കുറച്ച് റേറ്റുള്ള ഐറ്റമാണ് തോന്നുന്നുണ്ട് കേട്ടോ. അത് പേരോ കാര്യങ്ങളൊന്നും അറിയില്ല. മറ്റൊരു സുന്ദരനും സുന്ദരിനെയൊക്കെ നമുക്കിവിടെ കാണാൻ നല്ല രസമുള്ള പൂച്ചകളാണ്. ഇതൊരു ഫീമെയിലും മെയിലും ആണ്. എനിക്ക് ഭംഗിയെ കാണാൻ നോക്കിയൊക്കില്ലേ, നല്ല ക്യൂട്ടായിട്ടിരിക്കും. നമുക്കൊന്ന് മനസ്സിലാക്കാം മെയിലാണോ ഫീമെയിലാണോന്നൊന്നും എനിക്കറിയില്ല. എന്തായാലും ഒന്ന് ഏതായാലും നല്ല ക്യൂട്ടാണ്. ലൈഫ് പ്ലാന്റ്സ് ആണ്. നമ്മൾ വാട്ടർ ഫിഷിൻ്റെ കൂടെ വയ്ക്കുന്ന ലൈഫ് പ്ലാന്റ്സുകളാണ്. അക്വേറിയത്തിലൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പാണ്. ഫൈറ്റർ എന്ന് പറയുന്ന വിഭാഗമാണ് ഈ മീനുകൾ. കൂടുതലും കുട്ടികളാണ് കൊണ്ടുവന്നത്. ഇവിടെ ഒരു പ്രശ്നം എന്താ വെച്ചാൽ എല്ലാത്തിനും വെറുപ്പിക്കും. നേരത്തെ അവിടെ കിളീനെയും വെറുപ്പിച്ച് ഇപ്പോൾ ഇതാ കണ്ട ആ മീനുകളെ വെറുപ്പിക്കണം. പല നിറത്തിലും പല ആകൃതിയിലുള്ള നല്ല പ്ലാസ്റ്റിക് പോട്ടുകളുണ്ട്. നല്ല ക്വാളിറ്റി ഉള്ളതുണ്ട്, ഏത് ടൈപ്പും. നല്ല ബ്രാൻഡിലുള്ളതുകൊണ്ട് അത് കുറഞ്ഞ റേറ്റിന് കിട്ടുന്നതുകൊണ്ട് ഏത് ടൈപ്പും ഇവിടെയുണ്ട്. പിന്നെ കൂടാണ്ട് ഇവിടെ തന്നെ വളം, ചെടികൾക്ക് വേണ്ട വളം, പിന്നെ സ്റ്റോൺസുകളൊക്കെ ഉണ്ട്. ഇൻഡോറിനും ഔട്ട്ഡോറിനൊക്കെ പറ്റിയ നല്ല കിടിലൻ പോട്ടുകൾ ഇവിടെ ഉണ്ട്. കണ്ടില്ലേ? അതിനിടയ്ക്ക് വെറൈറ്റികളാണ്. അതിനിടയ്ക്ക് പൂളൊന്ന് എടുത്തു, ഒന്ന് രണ്ടെണ്ണം എടുത്തു. പിന്നെ ഇതൊക്കെ നമുക്ക് ഇൻഡോറിൽ സെറ്റ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഐറ്റംസുകളാണ്. ഇത് നമുക്ക് ഒരാൾക്ക് ഇപ്പോൾ ഗിഫ്റ്റ് ഒക്കെ ചെയ്യണമെങ്കിൽ ഇതുപോലെ വാങ്ങിച്ചിട്ട് ഗിഫ്റ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ. കാരണം എല്ലാം സെറ്റായിട്ട് വന്നതാണ്. ചെടിയായാലും പോട്ടും കൂടെ സെറ്റ് ചെയ്തിട്ട് വന്നിട്ടുള്ളത്. കാണാൻ നല്ല ഭംഗിയാട്ടോ ഈ സംഭവം. എന്തായാലും നമുക്ക് ഈ അഗ്രിഫ്രഷിൻ്റെ ഓണേഴ്സിനെ പരിചയപ്പെടാം. ഇവരാണ് അഗ്രിഫ്രഷിൻ്റെ സാരഥികൾ. ഒരാളും കൂടി ഉണ്ട്. ഒന്ന് ഉറക്കെ പറയടോ. നമ്മളെ കൂട്ടത്തിൽ ഒരാളും കൂടി ഉണ്ട്, ഷാജാൻ. അവനാണിപ്പോ ബ്രീഡർ. ഇതിന്റെ പെറ്റ്സിന്റെ ഇതൊക്കെ വീട്ടിൽ ചെയ്യുന്നതാണ്. അവൻ വീട്ടിൽ ചെയ്തുകൊണ്ടിരുന്നതാണ്, ഓൺലൈനിൽ ചെയ്തുകൊണ്ടിരുന്നതാണ്. ഇപ്പൊ നമ്മൾ ഈ ലോക്ക്ഡൌൺ ആയപ്പോ ഇവിടെ ഒരു 8 മാസം കുടുങ്ങേണ്ട സാധ്യത വന്നപ്പോൾ ഞങ്ങളിങ്ങനെ ഒരു പ്ലാൻ ഇട്ടതാണത്. തുടങ്ങാനുള്ള കാരണം എന്താ? പ്രത്യേകിച്ചൊന്നുമില്ല. ഇവിടെ ലീവിന് വന്നപ്പോ നമ്മളവിടെ ഗൾഫില് അബുദാബിയില് ബിൽഡിംഗ് മെറ്റീരിയൽസിന്റെ ഷോപ്പാണ്. അപ്പൊ അതിന്റെ ഇവിടെ ലീവിന് വന്നപ്പോ ലോക്ക്ഡൌൺ സമയത്ത് ഇവിടെ കുടുങ്ങിയപ്പോ ഞങ്ങള് ഒരു പ്ലാൻ ചെയ്തു. നമ്മളെ ഫ്രണ്ടിന്റെ സ്ഥലമാണ്. അപ്പോ ഇവിടെ അങ്ങനെ ട്രെൻഡായ ഐറ്റംസ് ആണല്ലോ ഇതൊക്കെ. അപ്പൊ അത് വെച്ചിട്ട് ഒരു ദിവസം സ്റ്റാൻഡേർഡ് രീതിയിൽ എല്ലാവർക്കും പ്ലാൻ, ഇൻഡോർ ആയാലും ഔട്ട്ഡോർ ആയാലും ഞങ്ങള് കളക്ഷൻ വെച്ചിട്ടുണ്ട്. പിന്നെ സെറാമിക് പോട്ടിന്റെ ഹ്യൂജ് കളക്ഷൻ ഉണ്ട്. എല്ലാ കളക്ഷനും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പൊതുവെ എല്ലാം നല്ല റേറ്റിലാണ് ഇപ്പോൾ നമ്മളിവിടെ കൊടുക്കുന്നത്. കസ്റ്റമേഴ്സിന് ഹാപ്പിയായി വിടലാണ് നമ്മൾ ഉദ്ദേശം. നടന്ന് കാണാനുള്ള ഒരു സെറ്റപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഫാമിലിക്ക് വന്ന് വിസിറ്റ് ചെയ്യാൻ പറ്റിയ രീതിയിലാണ് ഞങ്ങൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. സാധാരണ ഒരു പെറ്റ് ഷോപ്പ് പോലെയല്ല, എല്ലാം ഫാമിലി ആയിട്ട് വന്നിട്ട് നല്ല ഹൈജീനിക് ആയിട്ടാണ് ചെയ്തിട്ടുള്ളത്. എടുക്കണമെങ്കിൽ ഫോട്ടോ എടുക്കാനുള്ള സെക്ഷനുണ്ട്, അത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഫോട്ടോ എടുക്കാനൊക്കെ ഞങ്ങള് ബ്രീഡ് ചെയ്യുന്ന, ഞങ്ങളെ ബ്രീഡറിൽ നിസാജ് എന്ന് പറഞ്ഞില്ലേ, അവൻ ബ്രീഡ് ചെയ്യുന്നതാണ് ആഫ്രിക്കൻ ലവ് ബേർഡ്സ്, കോക്ടെയില്, സ്പിഞ്ചസ്, പിന്നെ പൂച്ചകളൊക്കെ ഉണ്ടല്ലേ. ആ പൂച്ചകളുണ്ട്. ഈ 3 ഐറ്റംസ് ആണ് ഞങ്ങൾ ബ്രീഡ് ചെയ്യുന്നത്. ഞങ്ങളെ ബ്രീഡിംഗ് സ്റ്റോക്കാണത്. ഞങ്ങൾ ബ്രീഡ് ചെയ്യുന്ന ചിക്സിന് ഗപ്പിയില് ബ്രീഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ ഒരു കൂട്ടായ്മയുടെ വിജയാന്ന് പറയാല്ലേ.
അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ വിശേഷങ്ങൾ. എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. അപ്പോൾ നമുക്ക് ഇങ്ങോട്ട് വന്നിട്ടുണ്ടെങ്കിൽ എന്താ പറയുക, ഫിഷ് ആയാലും അല്ലെങ്കിൽ ബേർഡ്സിനായാലും പിന്നെ പോട്ട്സ് ആയാലും അതുപോലെ തന്നെ പ്ലാന്റ്സ് ഒക്കെ നമുക്ക് ഒരുമിച്ച് കളക്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ഇങ്ങോട്ടൊക്കെ വരിക. പിന്നെ ഇതുപോലെ ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് വെറുപ്പിക്കാൻ വരുന്നതാണ്. അപ്പോൾ നിങ്ങൾ ഇതുവരെ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് പുതിയ പുതിയ രുചി വിഭവങ്ങളും പുതിയ പുതിയ വിശേഷങ്ങളായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്